ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റോസമ്മ മാത്യു. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിൽ അയിരൂർ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്താണ്. വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമായ കുറച്ച് ടിപ്സ് പറയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എൻ്റെ ചാനലിൻ്റെ പേര് എൻ്റെ വീട് എന്നാണ്. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വീഡിയോസ് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾക്ക് പച്ചമുളക് വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനൊരു വാട്ടവും ഒക്കെ ഉണ്ടാകില്ലേ. അതിനെ നമുക്ക് നന്നായിട്ട് സൂക്ഷിച്ചെടുക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചിലർ അതിൻ്റെ നെടുപ്പ് കളഞ്ഞ് എടുത്ത് വെക്കും. അതൊന്നും ഇല്ലാതുള്ളൊരു കാര്യം ഞാൻ പറയാം. അത് നന്നായിട്ട് കഴുകി അതിലെ വെള്ളം തോർത്തിയിട്ട് എന്നിട്ട് ഒരു ചെറിയ ഡബ്ബ എടുക്കുക. അതിനകത്ത് ഒരു ടിഷ്യൂ പേപ്പർ വെക്കുക. ഈ പച്ചമുളക് അടുക്കി വെക്കുക. വേറൊരു ടിഷ്യൂവും കൊണ്ട് അതിനെ പൊതിഞ്ഞ് വെക്കുക. ഇത് 1 മാസം 1.5 മാസം നമുക്ക് ഈ പച്ചമുളക് പച്ചയായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ. പക്ഷേ നമുക്ക് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി കേട്ടോ. നല്ലൊരു ടിപ്പാണ്. പിന്നെ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കറിവേപ്പില നമുക്ക് സൂക്ഷിക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ കറിവേപ്പിലയെ അടത്തി എടുക്കുകയും ചെയ്യാം. അല്ലെന്ന് വരി തണ്ടോട് വേണേലും അടത്തി വെക്കാം കേട്ടോ. അത് നന്നായിട്ട് കഴുകി ഒരു ഫാൻ്റെ കീഴിലോ വല്ലതും വെച്ച് അതിൻ്റെ വെള്ളം നന്നായിട്ട് തോർന്ന് കഴിഞ്ഞിട്ട് ഒരു കണ്ടെയ്നർ എടുത്ത് അതിനകത്ത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഡബ്ബയോ അങ്ങനെയൊക്കെയുള്ള ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ഇട്ട് അതിൻ്റെ പുറത്ത് ഇത് വെച്ച് കറിവേപ്പില വെച്ച് വേറൊരു പേപ്പറും കൊണ്ട് നമ്മളതിനെ പൊതിഞ്ഞ് വെക്കാമെങ്കിൽ 2 മാസത്തോളം നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മൾ ചെറുനാരങ്ങ നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ലാസ്റ്റ് ആകുമ്പോൾ എത്ര ആണെങ്കിലും 3-4 എണ്ണം നമ്മുടെ ഉണങ്ങിപ്പോവും ഇല്ലേ. അപ്പം നമുക്കതും സൂക്ഷിച്ച് വെക്കാനൊരു വിദ്യ പറഞ്ഞുതരാം. നാരങ്ങ നന്നായിട്ട് കഴുകി അതിലെ വെള്ളം തോർത്തി എടുത്തിട്ട് നമ്മളതിനെ ഉണ്ടല്ലോ ചെറിയ ചെറിയ ന്യൂസ് പേപ്പറിനകത്ത് ഓരോന്ന് പൊതിഞ്ഞ് അതിനെ ഉണ്ടല്ലോ നമ്മൾ ഒരു ഡബ്ബയ്ക്കകത്താക്കി വെച്ചാൽ നമുക്ക് 2 മാസം വരെ വരാതെ നമുക്കതിനെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആണെങ്കിൽ വേറൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലിയില നമ്മൾ വാങ്ങിച്ചത് പെട്ടെന്ന് വാടിപ്പോകുന്ന ഒരു സാധനം അല്ലേ. അപ്പം നമ്മൾ അതിനെ സൂക്ഷിക്കണമെങ്കിലും അതിനെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് അതിൻ്റെ ആ വേര് ഭാഗം നമ്മളങ്ങ് മുറിച്ച് കളയുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് ഒരു ഫാൻ്റെ കീഴിൽ വെച്ച് അത് നന്നായിട്ട് തോരുമ്പോൾ ഒരു കണ്ടെയ്നർ എടുത്ത് അതിനകത്ത് ഒരു ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ ഇട്ടിട്ട് അതിന് പുറത്ത് നമ്മൾ ഈ മല്ലിയില വെച്ച് അതിനെ വീണ്ടും ഒന്ന് പൊതിഞ്ഞ് കാറ്റ് കയറാത്ത പാത്രമായിരിക്കണം നമ്മൾ അടച്ച് വെച്ചാൽ നമുക്കത് 1 മാസത്തോളം നമുക്ക് കേടുവരാതെ നമുക്കതിനെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത് വെളുത്തുള്ളിയുടെ തോട് കളയുന്ന കാര്യമാണ്. വെളുത്തുള്ളിയുടെ തോട് കളയാൻ നമുക്ക് ഉണ്ടല്ലോ ഇച്ചിരി പ്രയാസം അല്ലേ. ചെറിയ അല്ലിയായിട്ട് എടുത്ത് നമുക്ക് കളയാൻ നമുക്കൊരു ശകലം പ്രയാസം വരും അല്ലേ. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്, ആ വെളുത്തുള്ളിയെ അല്ലിയായിട്ട് അതിനെ അടത്തി മാറ്റിയിട്ട് നമ്മൾ ഒരു ബോട്ടിൽ ഉണ്ടല്ലോ, നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളില്ലേ ഒരുമാതിരി മുഴുത്തത്, അതിനെ എടുത്ത് അതിനകത്തോട്ട് ഈ വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി എല്ലാം കഴിഞ്ഞ് അതിനെ ഉണ്ടല്ലോ എടുക്കുമ്പോൾ 3/4 ഭാഗവും തൊലി നമുക്ക് പോയി കിട്ടും കേട്ടോ. പിന്നെ 2-3 എണ്ണമൊക്കെ കാണും പോകാത്ത, അത് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് കളയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ആ വെളുത്തുള്ളിയെ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് നമ്മളതിനെ ഒരു 1/2 മണിക്കൂർ വെയിലത്ത് വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കാമെങ്കിൽ ആ വെളുത്തുള്ളിയുടെ തൊലി മുഴുവൻ നമുക്ക് പോയി കിട്ടും കേട്ടോ. ഇതിനെ നമ്മൾ സൂക്ഷിച്ച് വെക്കാനുള്ളൊരു ടിപ്പെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ടിഷ്യൂ അത്ര മോശക്കാരനൊന്നും അല്ല കേട്ടോ. കൈ തുടയ്ക്കാൻ മാത്രമല്ല അതിൻ്റെ ഉപയോഗം. നമ്മളൊരു ഡബ്ബ എടുക്കുക, ഒരു ടിഷ്യൂ പേപ്പർ ഇടുക, ഈ വെളുത്തുള്ളി അതിനകത്തിടുക, എന്നിട്ട് നമ്മളതിനെ നന്നായിട്ട് വേറൊരു പേപ്പറും കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ട് വെക്കാമെങ്കിൽ നമുക്ക് കുറേ നാൾ വെളുത്തുള്ളി പൊളിച്ചത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മൾ ഇഞ്ചി നന്നായിട്ട് തൊലി കളഞ്ഞ ഇഞ്ചിയെ ഇതുപോലെ തന്നെ ഈ ഒരു കണ്ടെയ്നർ എടുത്ത് ടിഷ്യൂ പേപ്പർ വെച്ച് അങ്ങനെ വെക്കാമെങ്കിൽ അത് ഉണങ്ങിപ്പോകാതെ നമുക്ക് നല്ലതായിട്ട് അതിനെ സൂക്ഷിക്കാൻ പറ്റുമേ. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടയുടെ
മഞ്ഞക്കരുവും വെള്ളയും കൂടെ വേർതിരിക്കുന്നതാണേ. അത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഉപ്പേരിയൊക്കെ കോരുന്ന കിഴുത്തയുള്ള തവിയുണ്ടല്ലോ, അതിനകത്തോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ വെള്ള താഴെ അടിയിൽ വെക്കുന്ന പാത്രത്തിൽ പോവുകയും അതിൻ്റെ മഞ്ഞക്കരു ആ തവിക്കകത്ത് കിടക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് അതിനെ വേർതിരിച്ചെടുക്കാനായിട്ട് വേഗമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു തേങ്ങയോ അങ്ങനെയുള്ള സാധനങ്ങൾ, തേങ്ങ അടത്തി നമുക്ക് തേങ്ങയുടെ പൂള് എടുക്കണമെങ്കിൽ വലിയ പ്രയാസമല്ലേ കത്തിയും കൊണ്ട് നമുക്കതിനെ എടുക്കാൻ. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മുടെ ഗ്യാസ് കത്തിച്ചിട്ട് ഈ ചിരട്ട നമ്മൾ തേങ്ങാ ചിരട്ട അതുകൊണ്ട് ഗ്യാസിൻ്റെ പുറത്ത് വെക്കുക. അതൊരു 2-3 മിനിറ്റ് ചൂടാകുമ്പോൾ തീ നിർത്തുക. എന്നിട്ട് അതിനെ എടുത്തുണ്ടല്ലോ ഒന്ന് തണുക്കുമ്പോൾ ഇളക്കിയാൽ മതി കേട്ടോ. നന്നായിട്ടത് പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ ആണെങ്കിലും മുട്ടത്തോടുണ്ടല്ലോ, നമുക്ക് മുട്ട കറിയൊക്കെ വെക്കാൻ നമ്മൾ വേവിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ തോട് ചിലപ്പം അത് വെള്ളക്കരു പറ്റിയിരിക്കും, അതങ്ങനെ പ്രയാസമായിരിക്കും അത് പൊളിച്ചെടുക്കാൻ അല്ലേ. അപ്പം നമുക്ക് ആ മുട്ട വേകാനിടുമ്പോൾ ഒരു ഞുള്ളുപ്പോ അല്പം വിനാഗിരിയോ ഒഴിച്ച് വെക്കാൻ ഉണ്ടല്ലോ, നമുക്കത് വേഗം അതിൻ്റെ തൊലി ഇളക്കി നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം എൻ്റെ അറിവിൽപ്പെട്ട ചില ടിപ്പുകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിനകത്ത് തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ടിപ്പിൽ നിന്നും പിൻവാങ്ങുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.